ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ വിവാദ പ്രസ്താവനയുമായി മുൻ മന്ത്രി കെ ശൈലജ. സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം ചിലർക്ക് ദഹിച്ചിട്ടില്ല, അവരാണ് വിവാദമുണ്ടാക്കുന്നത്. ഒറ്റപ്പാലത്ത് CPM വേദിയിലായിരുന്നു കെ ശൈലജയുടെ പരാമർശമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, കെ ശൈലജയുടെ ഈ ഒരു പരാമർശം അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെക്കുകയാണ്. എന്തായാലും വളരെയധികം ചർച്ചയായ വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച എന്നുള്ളത്. അതിന് പിന്നാലെയാണ് വിവാദ പ്രസ്താവനയുമായി കെ ശൈലജ രംഗത്ത് വരുന്നത്. സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം ചിലർക്ക് ദഹിച്ചിട്ടില്ല, അവരാണ് ഈ ഒരു വിവാദം ഉണ്ടാക്കുന്നു എന്നതാണ് കെ ശൈലജ പറയുന്നത്. അവരുടെ വാക്കുകളിലേക്ക്. അയ്യപ്പ സംഗമം നടത്തിയതിന് ചിലർക്ക് വല്ലാത്ത ചൂടായി. നമ്മൾ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. കോടിക്കണക്കിന് ഭക്തരാ ശബരിമലയിലേക്ക് ലോകത്തിന്റെ നാനാഭാഗത്തും വന്നു ചേരുമ്പോൾ അവർക്ക് ശ്വാസം കഴിക്കണ്ടേ, കൂട്ടരെ? അവർക്ക് ബാത്റൂം പോകണ്ടേ, അവർക്ക് സഞ്ചരിക്കണ്ടേ, അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അവർക്ക് പരിക്കുണ്ടായ ചികിത്സിക്കണ്ടേ? ഇന്നുള്ള സൗകര്യം പോരാ. കൂടുതൽ സൗകര്യം അവിടെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് താല്പര്യരെല്ലാം ചേർത്ത് അയ്യപ്പ സംഗമം നടത്തിയത്. അപ്പൊ പിന്നെ തിരുവാഭരണം കാണാനില്ല, അല്ലെങ്കിൽ അതിന്റെ ദ്വാരപാലകന്റെ പീഠം കാണാനില്ല എന്നൊക്കെ പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചു. കാണുന്നില്ലേ? അന്വേഷിക്കണം. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇത്രയും ഗുരുതരമായൊരു സംഭവത്തെ ന്യായീകരിക്കുകയാണോ കെ ശൈലജ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ശബരിമലയിലെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് ഉയരുന്നു. ഒപ്പം ഇതിന്റെ കൃത്യമായ കാര്യകാരണങ്ങൾ അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാവുന്നു. അതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശവുമായിട്ട് കെ ശൈലജ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സ്വർണ്ണ കവർച്ചയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു വിവാദം ബോധപൂർവം സൃഷ്ടിച്ചതാണ്. അത് അയ്യപ്പ സംഗമം വിജയിച്ചതിൽ അസഹിഷ്ണുതയുള്ളവരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് കെ ശൈലജ പറയുന്നത്. മാത്രമല്ല, സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം ചിലർക്ക് ദഹിച്ചിട്ടില്ല, അവരാണ് വിവാദം സൃഷ്ടിക്കുന്നത്. സ്വർണം മോഷണം പോയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്നും വിജിലൻസ് അന്വേഷണം പൂർത്തിയായാൽ ഇപ്പോൾ ആരാണോ ഇതിന്റെ പിന്നിലുള്ളത് അവർ തന്നെയാവും കുറ്റക്കാരാവുക എന്ന തരത്തിലാണ് കെ ശൈലജയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഒറ്റപ്പാലത്ത് CPMന്റെ ഒരു വേദിയിൽ പ്രസംഗിക്കവെയാണ് ഇത്തരം ഒരു പരാമർശം കെ ശൈലജയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. യെസ്, അരുൺ ആലത്തൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.